ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പി. ഓക്കെ, സ്റ്റൂ എന്ന് വെച്ചാൽ നമ്മളിപ്പം സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ഓണത്തിനോ വിഷുവിനോ ഒക്കെ സദ്യ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇത്. യൂഷ്വലി സദ്യക്ക് വെച്ചാൽ ഒരു എന്താ പറയുക, ഇച്ചിരി ലിക്വിഡായിട്ടുള്ള ഒരു സ്റ്റൂ അല്ലേ ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൂ തിക്കായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, റിയലി യമ്മി ആയിരിക്കും, നല്ല ടേസ്റ്റാണ് സദ്യക്ക് കഴിക്കുമ്പോൾ. ഓക്കെ, ഒത്തിരി എരിവൊന്നും ഇല്ലാത്ത കറികളാണല്ലോ സദ്യക്ക് യൂഷ്വലി നമ്മൾ ഉണ്ടാക്കുന്ന, അവിയൽ, തോരൻ, അങ്ങനത്തെയൊക്കെ. അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു സ്റ്റൂ വെച്ചാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇത് കുറച്ച് മസാലയൊക്കെ ഇട്ട് ഇത് കണ്ട ഒരു ബ്രൗൺ കളർ തിക്കായിട്ടുള്ളൊരു സ്റ്റൂ. ഓക്കെ, അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സദ്യയിൽ എപ്പോഴും യൂഷ്വലി ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂ ആയത്. ഓക്കെ, തിക്കായിട്ട് ഉള്ളൊരു സ്റ്റൂ. അത് കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. കുറച്ച് നമ്മൾ എൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ നമ്മൾ കഴിക്കുമ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ ഒക്കെ ഇപ്പോൾ സ്വീറ്റായിട്ടുള്ള കറിയൊക്കെ കഴിച്ച് കഴിയുമ്പം കഴിക്കാൻ പറ്റിയ കുറച്ച് എരിവൊക്കെയുള്ള മസാലയൊക്കെ ഉള്ളൊരു കറി. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഉരുളക്കിഴങ്ങ് വെച്ചാൽ പുഴുങ്ങിയതാട്ടോ, പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ബോയിൽഡ് പൊട്ടറ്റോയ, പിന്നെ കുറച്ച് ഓണിയൻ, പേൾ ഓണിയൻ ഓർ ഷാലറ്റ്സ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അതൊരു ഇതിപ്പോൾ എത്ര 250 ഗ്രാം ഉണ്ടെന്നു 2 ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഒരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു 5 പേൾ ഓണിയൻ. അത് ഞാൻ അരിഞ്ഞിട്ട് പറയാം എത്രത്തോളം ഞാൻ യൂസ് ചെയ്തത്. ഓക്കെ, നമുക്കിത് ഒന്ന് ഉടച്ച് മാഷ് ചെയ്തിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എത്രത്തോളം ഉള്ളി, ചെറിയ ഉള്ളി വേണം. ഓക്കെ, അപ്പോൾ ഇത് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി 3 എടുത്ത് വെച്ച്, കുറച്ച് കറി ലീഫും വേണം. ഓക്കെ, ഇത്രയും വെജിറ്റബിൾ ഇതിന് ആവശ്യമുള്ളത്. പിന്നെ ഈ മസാലകൾ ഞാൻ ഇത് 2 ഉരുളക്കിഴങ്ങ് 250 ഗ്രാം അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ എത്രത്തോളം വേണോ അതനുസരിച്ചിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക, അതനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടിയെടുക്കുകയോ കുറച്ചെടുക്കുകയോ എന്താണെന്ന് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങ് 250 ഗ്രാം ഉരുളക്കിഴങ്ങിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങൾക്കിപ്പം എരിവോ അല്ലെങ്കിൽ മസാലയുടെയൊക്കെ വേണമെങ്കിൽ കൂട്ടിലെടുക്കുക. ഓക്കെ, അപ്പം അതിന് ആവശ്യമുള്ള ഈ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിരിക്കുക കേട്ടോ, ബോയിൽഡ് പൊട്ടറ്റോയ. ഓക്കെ, 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 250 ഗ്രാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് 100 ഗ്രാം പേൾ ഓണിയൻ, അല്ലെങ്കിൽ എത്ര 5 പേൾ ഓണിയൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങളിപ്പോൾ കൂടുതൽ പൊട്ടറ്റോ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇതെല്ലാം കൂട്ടണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ 2 തന്നെ മതി. നമുക്കൊരു ചെറിയൊരു 10 പേർക്കൊക്കെ സദ്യ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് മതി. ഈ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ മതി എല്ലാവർക്കും. ഓക്കെ, അപ്പം ഇത് 2 ഈ പൊട്ടറ്റോ എടുത്താൽ തന്നെ 250 ഗ്രാം പൊട്ടറ്റോ എടുത്താൽ തന്നെ എനിക്കൊന്ന് ചെറിയൊരു സദ്യക്കൊക്കെ ഇത് മതി. കുറച്ചിലാണ് നമ്മൾ സദ്യക്ക് വിളമ്പുന്നത്. അപ്പം അതെടുത്ത് വെച്ചു. ഓക്കെ, പൊട്ടറ്റോ, പേൾ ഓണിയൻ, ഗ്രീൻ ചില്ലി, കറി ലീഫൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമുക്ക് കുറച്ച് മസാല വേണം. ഓക്കെ, മസാലയ്ക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പു, 3 ഗ്രാമ്പു, കുറച്ച് കറുവപ്പട്ട, 1 ഏലയ്ക്ക, 1/4 ടീസ്പൂൺ ഫെനൽ സീഡും, 1/4 ടീസ്പൂൺ കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് പൊടികൾ എന്ന് വെച്ചാൽ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒന്ന് കടുക് വറുക്കാൻ വേണ്ടി ഒരു പേൾ ഓണിയൻ, 2 റെഡ് ചില്ലി, കുറച്ച് കറി ലീഫ്, മസ്റ്റാർഡ്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും, പിന്നെ എന്താ പറയുക ഉപ്പും വേണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്കപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എനിക്ക് ഈ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്യണം. ഇനി കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ, നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യൊന്നും വേണ്ട. ഈ പൊട്ടറ്റോ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഉടച്ച് നോക്കട്ടെ എത്രത്തോളം ഉണ്ടെന്ന്, അപ്പം അറിയാം എത്ര പേൾ ഓണിയൻ വേണം. ഓക്കെ, പൊട്ടറ്റോ ഇങ്ങനെ ഞാൻ ഉടച്ച് വെച്ച് കണ്ടോ, ഒന്ന് മാഷ് ചെയ്ത് വെച്ച് പൊട്ടറ്റോ. ഇനിയിപ്പോൾ നമുക്ക് ഈ പേൾ ഓണിയൻ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഓക്കെ, ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 60-70 ഗ്രാം ഉണ്ട്. ഓക്കെ, ചെറിയ ഉള്ളി. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 5 to 6 ചെറിയ ഉള്ളി എടുക്കേ. അപ്പം എടുത്ത് വെച്ച് ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഓക്കെ, അപ്പം ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്തു, കറി ലീഫൊക്കെ എടുത്ത് വെച്ചു. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മസാല എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. അപ്പം വറുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം.